എൻ്റെ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും അഡ്വാൻസ് ആയിട്ട് ക്രിസ്മസ് ദിന ആശംസകൾ അറിയിക്കുന്നു. കൂടാതെ ക്രിസ്മസ് ദിനത്തിൽ നമ്മൾ സ്പെഷ്യലായിട്ട് ഉണ്ടാക്കുന്ന വട്ടയപ്പം ഏത് രീതിയിൽ തയ്യാറാക്കി എടുക്കുമ്പോഴാണ് നമ്മുടെ അമ്മമാരുണ്ടാക്കി തന്നിരുന്ന ആ ടേസ്റ്റ് കിട്ടുന്നതെന്നും ആ ഒരു ടേസ്റ്റ് വട്ടയപ്പം കഴിക്കുമ്പോൾ നിങ്ങൾക്ക് കിട്ടണമെങ്കിൽ നമ്മുടെ പാചകം ഇതേ ഒരു രീതിയിലായിരിക്കണം. പണ്ടൊക്കെ നമ്മുടെ അമ്മമാരൊക്കെ ഉണ്ടാക്കി തന്നിരുന്ന വട്ടയപ്പം കഴിച്ച ആ ഒരു സ്വാദ് നമ്മുടെ നാവിൻ തുമ്പത്തിരിക്കുന്നോളം കാലം ഇന്ന് കഴിച്ചുകൊണ്ടിരിക്കുന്ന വട്ടയപ്പത്തിന്റെ സ്വാദ് ഒന്നും തന്നെയല്ല. എങ്കിലും കൂട്ടുകാരെ, നമ്മുടെ അമ്മമാരൊക്കെ നമുക്ക് ഉണ്ടാക്കി തന്നിരുന്ന ആ കൊതിയൂറും വട്ടയപ്പത്തിന്റെ സ്വാദ് എങ്ങനെയാണെന്നാണ് ഞാൻ എൻ്റെ വീഡിയോയിൽ കൂടെ ഇന്ന് നിങ്ങൾക്ക് കാണിച്ചു തരുന്നത്. ഈ ഒരു കൂട്ട് എൻ്റെ അമ്മമ്മ ഉണ്ടാക്കാൻ പഠിപ്പിച്ചു തന്നതാണ്. ഈ ഒരു രീതിയിൽ നിങ്ങൾ എല്ലാവരും വട്ടയപ്പം ഈ ഒരു ക്രിസ്മസ് ദിനത്തിൽ തയ്യാറാക്കി നോക്കണം. എത്ര കഴിച്ചാലും നമുക്ക് കൊതി തീരില്ല, അത്രയും ടേസ്റ്റാണ്. അതും നല്ല പാല് പോലെ വെളുത്തതും പഞ്ഞിക്കെട്ട് പോലെ സോഫ്റ്റുമാണ്. ഈ ഒരു പഴമക്കാരുടെ രുചിയൂറും വട്ടയപ്പം എല്ലാവർക്കും ക്രിസ്മസിന് തയ്യാറാക്കാം. ഞാൻ നമ്മുടെ ചാനലിൽ കൂടെ നിങ്ങൾക്ക് തരുന്ന റെസിപ്പികളെല്ലാം തന്നെയും എനിക്ക് 25 വർഷത്തെ എക്സ്പീരിയൻസ് ഉള്ളതാണ്. ടൈം പാസ് ആയിട്ട് നിങ്ങൾക്ക് വീഡിയോസ് ഇട്ട് കാണിക്കുന്നതുമല്ല. അപ്പോൾ എല്ലാവരും ശ്രദ്ധയോടുകൂടി നമ്മുടെ വീഡിയോസ് കണ്ട് നല്ലൊരു വട്ടയപ്പ കൂട്ട് നമുക്ക് പഠിക്കാം. ഇനി നമുക്ക് വട്ടയപ്പം തയ്യാറാക്കാൻ തുടങ്ങാം. ഇതിനായിട്ട് ഞാനിവിടെ പച്ചരി എടുത്തിട്ടുണ്ട്. 240 ml അളവുള്ള കപ്പിൽ 2 കപ്പ് അളവാണ് എടുത്തിട്ടുള്ളത്. ഒരു അളവുകൾ വെച്ചിട്ട് നമുക്കൊരു 3.5 വട്ടയപ്പമാണ് തയ്യാറാക്കി എടുക്കാൻ സാധിക്കുന്നതും. ഇപ്പോൾ പാത്രത്തിലേക്ക് മാറ്റി കഴിഞ്ഞാൽ അരി നിറയെ തന്നെ വെള്ളം ഒഴിച്ചു കൊടുത്ത് നല്ല വൃത്തിയായിട്ട് തന്നെ നമുക്കൊന്ന് കഴുകി എടുത്തിട്ട് വരാം. അരി കഴുകി എടുക്കുമ്പോൾ ഇതിന്റെ കാടി മുഴുവനും തന്നെ കളഞ്ഞെടുക്കണം. ഇനിയിപ്പോൾ നിങ്ങൾ എടുക്കുന്നത് റേഷൻ അരിയാണെങ്കിൽ കഴുകിയിട്ട് അവസാനം ചൂടുവെള്ളം ഉപയോഗിച്ച് കഴുകിയെടുക്കേണ്ടതാണ്. അങ്ങനെ നമ്മുടെ അരി ഞാനിവിടെ നല്ല വൃത്തിയായിട്ട് കഴുകിയെടുത്തിട്ടുണ്ട്. ഇനി അരി മുഴുവൻ തന്നെ വെള്ളമൊഴിച്ച് നമുക്കൊന്ന് കുതിർത്താൻ വെച്ച് കൊടുക്കാം. അരി കൂടുതൽ അളവിൽ നേരം കുതിർന്ന് കിട്ടുമ്പോഴാണ് അപ്പം നല്ല സോഫ്റ്റ് ആയിട്ടൊക്കെ കിട്ടുന്നത്. ഞാനിപ്പോൾ ഒരു 6 മണിക്കൂർ നേരത്തേക്കാണ് അരി ഒന്ന് കുതിർത്താൻ ഇട്ട് കൊടുക്കുന്നത്. രാവിലെ ഒരു 6 മണിക്ക് അരി വെള്ളത്തിൽ ഇടുവാണെങ്കിൽ 12 മണിയൊക്കെ ആകുമ്പോൾ നമുക്ക് ഈ അരി ഒന്ന് അരച്ച് വെക്കാവുന്നതുമാണ്. ഇപ്പോൾ 12 മണിയായിട്ടുണ്ട്. നമ്മൾ കുതിർത്താനിട്ട് അരി ഒന്ന് തുറന്ന് നോക്കുവാണ്. ഈ സമയം കൊണ്ട് തന്നെ നമ്മുടെ അരി നന്നായിട്ട് കുതിർന്ന് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഈ അരി ഒന്ന് അരച്ചെടുക്കണം. അരി അരച്ചെടുക്കുമ്പോൾ കുറച്ച് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളൊക്കെ ഉണ്ട്. നമ്മൾ വെള്ളപ്പം തയ്യാറാക്കി എടുക്കുമ്പോൾ ഒട്ടും തരിയില്ലാതെ അരച്ചെടുക്കുവാണെങ്കിൽ ഈ ഒരു വട്ടയപ്പം തയ്യാറാക്കാനും വേണ്ടിയിട്ട് അല്പം തരികളോടുകൂടി തന്നെയാണ് നമുക്ക് അരച്ചെടുക്കേണ്ടതും. നമ്മൾ ഇന്ന് ഇവിടെ എടുത്തിട്ടുള്ളത് 1/2 കിലോ പച്ചരിയാണ്. ഈ ഒരു പച്ചരി നമുക്ക് ഒറ്റ തവണ കൊണ്ട് തന്നെ അരച്ചെടുക്കാൻ സാധിക്കും. അരച്ചെടുക്കുന്നതിനായിട്ടൊരു മിക്സിയുടെ ജാറിലേക്ക് മാറ്റുവാണ്. കുതിർത്തിയ അരി മുഴുവനും തന്നെ മിക്സിയുടെ ജാറിലേക്ക് മാറ്റി കഴിഞ്ഞാൽ നമ്മൾ കുതിർത്തി എടുത്തിട്ടുള്ള വെള്ളം അത് തന്നെ ഒഴിച്ചാണ് ഞാനിവിടെ അരച്ചെടുക്കാനും പോകുന്നത്. ഇനിയിപ്പോൾ തരികളായിട്ട് തന്നെ നമുക്കൊന്ന് മാവ് അരച്ചെടുത്തിട്ട് വരാം. അങ്ങനെ വളരെ എളുപ്പത്തിൽ തന്നെ നമ്മുടെ അരി ഇവിടെ അരച്ചെടുത്തിട്ടുണ്ട്. നമുക്ക് ഈ അരി അധികം ഒന്നും അരച്ച സമയം കളയേണ്ട ആവശ്യമൊന്നും തന്നെ ഇല്ല. അരച്ചെടുത്ത മാവ് അതേ പാത്രത്തിലേക്ക് തന്നെ മാറ്റുവാണ്. ഇനി നമുക്ക് ഈ മിക്സിയുടെ ജാറ് കഴുകിയിട്ട് വെള്ളം മാറ്റി വയ്ക്കണം. ഞാനിപ്പോൾ ഇതേ ഒരു പാകത്തിലാണ് മാവ് അരച്ച് ഇവിടെ എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് കാണാലോ, അല്പം തരിതരിപ്പായിട്ട് തന്നെയാണ് അരി ഇവിടെ അരച്ചെടുത്തിട്ടുള്ളതും. ഇനി നമുക്ക് ചെയ്യേണ്ടത് അരച്ചു വെച്ചിട്ടുള്ള മാവിൽ നിന്നും ഒരു തവി മാവ് കോരിയെടുക്കാം. ഇനി നമ്മൾ അരി എടുത്തിട്ടുള്ള അതേ കപ്പിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നിങ്ങളൊരു ഗ്ലാസ് അളവാണ് എടുക്കുന്നതെങ്കിൽ ഗ്ലാസിന്റെ 3/4 ഭാഗം എടുത്താൽ മതിയാകും. 3/4 ഭാഗത്തോളം എടുത്തിട്ടുള്ള മാവ് ഒരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി വേണ്ടത് നമ്മുടെ ആ ഒരു മിക്സിയുടെ ജാറ് കഴുകിയിട്ട് 1.5 കപ്പോളം വെള്ളവും കൂടെ ഒഴിച്ചു കൊടുക്കാം. അതിനുശേഷം നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം പൊടി കുറുക്കി എടുക്കുന്നതിനായിട്ട് അടുപ്പിലേക്ക് മാറ്റാം. അടുപ്പിലേക്ക് മാറ്റിയിട്ടുള്ള ഈ ഒരു പൊടിയെ ഒന്ന് ചെറിയ തീയിൽ വെച്ചിട്ട് നമുക്കൊന്ന് കട്ടിയാക്കി എടുക്കാം. ചെറിയ തീയിൽ വെച്ചിട്ട് ചെയ്തെടുക്കുമ്പോഴാണ് കട്ടകളൊന്നും തന്നെ ഇല്ലാതെ നല്ല രീതിയിൽ തന്നെ നമുക്ക് കുറുക്കിയെടുക്കാൻ സാധിക്കുന്നത്. കപ്പി കാച്ചൽ എന്നാണ് കേട്ടോ ഈ ഒരു രീതിയെ പറയുന്നത്. അങ്ങനെ വളരെ എളുപ്പത്തിൽ തന്നെ നമ്മുടെ മാവ് നല്ലപോലെ കട്ടിയായൊക്കെ വന്നിട്ടുണ്ട്. ഒന്നുകൂടി കട്ടിയായി ഒന്ന് കുറുകി വരുന്ന പാകത്തിലേക്കായി വരുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. ഇനിയിപ്പോൾ കട്ടിയായി വന്നാലും കുഴപ്പമൊന്നുമില്ല, നമുക്കിതൊന്ന് അരച്ചെടുക്കേണ്ടതുമാണ്. ഇനിയിപ്പോൾ ചെറിയ തീയിൽ വെച്ച് ചെയ്തെടുക്കുമ്പോഴാണ് മാവ് നല്ല പോലെ വെന്ത് കിട്ടുന്നത്. ഫുൾ ഫ്ലെയിമിൽ വെച്ച് ചെയ്തെടുക്കുവാണെങ്കിൽ മാവ് വേവാതെ പോകുന്നതുമാണ്. പൊടി വേവാതെ ചെയ്തെടുക്കുമ്പോൾ നമ്മുടെ അപ്പം സോഫ്റ്റായി കിട്ടാനും ബുദ്ധിമുട്ടാണ്. നിങ്ങളിപ്പോൾ ഈ ഒരു കാര്യമാണ് ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടതും. അങ്ങനെ നമ്മുടെ മാവ് ഇവിടെ നല്ല പോലെ തന്നെ പാകമായി കിട്ടിയിട്ടുണ്ട്. ഇനി ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കണം. അതിനുശേഷം മാവൊന്ന് ചൂടാറ്റിയെടുക്കണം. അധികമൊന്നും ചൂടാറ്റിയെടുക്കേണ്ട ആവശ്യമൊന്നും തന്നെ ഇല്ല. കുറച്ചു നേരം ഈ ഒരു രീതിയിലൊന്ന് ഇളക്കി കൊടുത്ത് കഴിയുമ്പോൾ നമ്മുടെ മാവിന്റെ ചൂടൊക്കെ ഒന്ന് ആറിക്കിട്ടും. പൂർണ്ണമായും ചൂട് ആറിക്കിട്ടിയിട്ടില്ല. ഒരു ചെറിയ ചൂടോടുകൂടി തന്നെയാണ് നമുക്ക് ആവശ്യമായിട്ടുള്ളതും. ഇനിയിപ്പോൾ ഇതിലേക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ ചേർത്ത് കൊടുക്കണം. ഞാൻ തമ്പനയിൽ പറഞ്ഞിട്ടുണ്ട് ഇതൊരു പഴമക്കാരുടെ രഹസ്യക്കൂട്ടാണെന്ന്. എൻ്റെ അമ്മമ്മയൊക്കെ ഉണ്ടാക്കിയിരുന്ന അതേ ഒരു ശൈലിയിലാണ് തയ്യാറാക്കി എടുക്കുന്നത്. നമ്മൾ കപ്പി കാച്ചിയതിലേക്ക് 1 കപ്പ് അളവിൽ നാളികേര വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. നാളികേര വെള്ളം ഒഴിച്ചു കൊടുക്കുമ്പോൾ നമ്മുടെ അമ്മമാരൊക്കെ നമുക്ക് പണ്ടൊക്കെ ഉണ്ടാക്കി തന്നിരുന്ന ആ ഒരു വട്ടയപ്പത്തിൻ്റെ ടേസ്റ്റാണ് നമുക്ക് കിട്ടുക. ആദ്യം 1 കപ്പ് തേങ്ങാവെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു.
ഇനി ഇതിലേക്ക് ഒരു അരക്കപ്പും കൂടെ ഞാൻ ചേർത്തിട്ടുണ്ട്. ഇപ്പോഴും നല്ല കട്ടിയായിട്ട് തന്നെയാണ് നമ്മുടെ മാവ് ഇവിടെ ഇരിക്കുന്നത്. കപ്പി കാച്ചിയതിൻ്റെ കട്ടകളൊന്നും ഉടച്ചെടുക്കേണ്ട ആവശ്യമില്ല. ഇനി ഇതിലേക്ക് 1/4 ടീസ്പൂൺ അളവിൽ ഇൻസ്റ്റൻറ്റ് ഈസ്റ്റ് ചേർക്കാം. കൂടെ തന്നെ ഒരു നുള്ളുപ്പും കൂടി ചേർക്കാം. ഈ ഒരു രീതിയിൽ നമ്മൾ വട്ടയപ്പം തയ്യാറാക്കുമ്പോൾ ഈസ്റ്റിൻ്റെ അളവ് വളരെ തന്നെ കുറച്ച് ചെയ്യാൻ പറ്റുന്നതുമാണ്. ഇനിയിപ്പോൾ ഇതെല്ലാം കൂട്ടിച്ചേർത്ത് ഒന്നുകൂടി ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. ഇനിയാണ് നമുക്കിതിലേക്ക് മധുരത്തിനായിട്ടുള്ള പഞ്ചസാര ചേർക്കേണ്ടത്. ഞാനൊരു 1/4 കപ്പോളമാണ് പഞ്ചസാര ചേർക്കുന്നത്. മധുരം കൂടുതൽ ആവശ്യമുള്ള ആൾക്കാർക്ക് ഇതിലേക്ക് 1/4 കപ്പ് അളവിൽ പഞ്ചസാര ചേർക്കാവുന്നതാണ്. അളവ് പറയുവാണെങ്കിൽ 300 ഗ്രാം പഞ്ചസാര നമുക്ക് ഈ ഒരു അളവിന് ചേർക്കണം. ഞാനിവിടെ മധുരം കഴിക്കാൻ താല്പര്യമില്ലാത്തത് കൊണ്ടാണ് ഇത്രയും കുറച്ച് പഞ്ചസാര ചേർത്തിട്ടുള്ളത്. നിങ്ങൾ വീട്ടിൽ ചെയ്ത് നോക്കുമ്പോൾ പഞ്ചസാരയുടെ അളവ് കൂട്ടാൻ മറക്കരുത്. ഇനിയിപ്പോൾ പഞ്ചസാരയും കൂടി ചേർത്ത് നല്ലതുപോലെ മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിതിലേക്ക് ഏലക്ക ചേർക്കണം. ഇവിടെ ചെറിയ ഏലക്ക ആയതുകൊണ്ട് ഒരു 12 എണ്ണം എടുത്തിട്ടുണ്ടായിരുന്നു. നിങ്ങളുടെ കൈവശം വലിപ്പമുള്ള ഏലക്കയാണെങ്കിൽ ഒരു 6-7 എടുത്താൽ മതിയാകും. ഏലക്ക കൂടി ചേർത്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ മിക്സ് ചെയ്ത കൂട്ട് ഒരു മിക്സിയുടെ ജാറിലേക്ക് മാറ്റാം. മാവ് മിക്സിയുടെ ജാറിലേക്ക് മാറ്റി കഴിഞ്ഞാൽ ഇതെല്ലാം കൂട്ടിച്ചേർത്ത് ഒന്നുകൂടെ കറക്കിയെടുത്തിട്ട് വരാം. അങ്ങനെ വളരെ എളുപ്പത്തിൽ തന്നെ നമ്മുടെ കപ്പി കാച്ചിയതും ഞാനിവിടെ അരച്ചെടുത്തിട്ടുണ്ട്. അരച്ചെടുത്ത മാവ് നമ്മൾ നേരത്തെ അരച്ചു വെച്ചിട്ടുള്ള അരിയിലേക്കാണ് ഒഴിച്ചു കൊടുക്കേണ്ടത്. മിക്സിയുടെ ജാറ് കഴുകിയിട്ട് ഇതിലേക്ക് വെള്ളം ചേർത്ത് കൊടുക്കരുത്. ആവശ്യമുണ്ടെങ്കിൽ മാത്രം നമുക്കിതിലേക്ക് വെള്ളം ചേർത്താൽ മതിയാകും. റേഷൻ പച്ചരിയാണ് നിങ്ങൾ എടുക്കുന്നതെങ്കിൽ കപ്പി കാച്ചാനായിട്ട് 1/4 കപ്പ് മാത്രം എടുത്താൽ മതിയാകും. റേഷൻ പച്ചരിക്ക് പശപ്പ് കൂടുതലുള്ളത് കൊണ്ടാണ്. ഇനിയിപ്പോൾ നിങ്ങൾ വീട്ടിൽ ചെയ്ത് നോക്കുമ്പോൾ വെള്ളം കൂടി പോവുകയാണെങ്കിൽ ഇതിലേക്ക് 1/2 കപ്പ് അളവിൽ പുട്ടുപൊടി കൂടെ ചേർക്കാവുന്നതാണ്. അങ്ങനെ നമ്മുടെ മാവ് ഞാനിവിടെ നല്ല വൃത്തിയായിട്ട് തന്നെ കലക്കിയൊക്കെ എടുത്തിട്ടുണ്ട്. മാവ് കലക്കി കഴിഞ്ഞാൽ പിന്നെ നമുക്കിതിനെ റെസ്റ്റ് ചെയ്യാൻ വെച്ച് കൊടുക്കാം. ഈ ഒരു അയവിനാണ് മാവ് നമുക്ക് കലക്കിയെടുക്കേണ്ടതും. അതുപോലെ തന്നെ നമ്മുടെ ഈ ഒരു മാവിൻ്റെ ബബിൾസൊക്കെ ഒന്ന് പോയി കിട്ടുന്നതിനായിട്ട് മാവ് മുകളിലേക്കും താഴേക്കുമായിട്ട് നന്നായിട്ടൊന്ന് കുറച്ച് നേരം നമുക്കൊന്ന് കോരി ഒഴിച്ചു കൊടുക്കാം. അങ്ങനെ ചെയ്യുന്നത് മാവിലെ എയർ ഹോൾസൊക്കെ ഒന്ന് പോയി കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ്. ഇപ്പോൾ 1 മിനിറ്റ് നേരം ഞാനിതുപോലെ മുകളിലേക്കായിട്ടൊന്ന് മാവ് കോരി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം നമുക്ക് ഈ മാവിനെ ഒന്ന് റെസ്റ്റ് ചെയ്യാൻ മൂടി വെച്ച് കൊടുക്കാം. മാവ് മൂടി വെച്ച് കഴിഞ്ഞാൽ പിന്നെ നമുക്കിതൊന്ന് പൊങ്ങി കിട്ടണം. നമ്മളിതിലേക്ക് ഈസ്റ്റിൻ്റെ അളവ് വളരെ കുറച്ച് ചെയ്യുന്നത് കൊണ്ട് ഒരു 2-3 മണിക്കൂറോളം നമുക്ക് റെസ്റ്റ് ചെയ്യാൻ വെച്ച് കൊടുക്കണം. മാവ് റെസ്റ്റ് ചെയ്യാൻ വെച്ച് കൊടുത്തിട്ട് ഒരു 3 മണിക്കൂറൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഈ മാവിൻ്റെ മുടി ഒന്ന് തുറന്ന് നോക്കാം. ഈ ഒരു സമയം കൊണ്ട് തന്നെ നമ്മുടെ മാവ് നല്ല പോലെ പൊങ്ങി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ മാവിനെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് നോക്കാം. ഈ ഒരു കട്ടിയായിട്ടാണ് നമ്മുടെ മാവിപ്പോൾ ഇരിക്കുന്നത്. ഇനി നമുക്ക് ആവശ്യമായിട്ടുള്ളത് അരമുറി നാളികേരമാണ്. നാളികേരം ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്ത് ഒരു തുള്ളി പോലും വെള്ളം ചേർക്കാതെ നമുക്കൊന്ന് ചതച്ചെടുത്തിട്ട് വരാം. നാളികേരം ചതച്ചെടുക്കുന്ന സമയത്ത് ഇതിലേക്ക് ഒരു 2 സ്പൂൺ അളവിൽ പഞ്ചസാരയും കൂടി ചേർത്ത് ഇതുപോലെ ഒന്ന് പൊടിച്ചെടുക്കണം. ഇനി പൊടിച്ചെടുത്തിട്ടുള്ള നാളികേരം ഇതേ മാവിലേക്കാണ് ചേർത്ത് കൊടുക്കേണ്ടത്. ഈ ഒരു രീതിയിൽ മാവ് തയ്യാറാക്കി എടുക്കുമ്പോഴാണ് നമ്മുടെ പഴയ കാല വട്ടയപ്പത്തിന്റെ അതേ ടേസ്റ്റ് ഒക്കെ കിട്ടുന്നതും. നാളികേരം പൊടിച്ചത് മുഴുവനും തന്നെ മാവിലേക്ക് ചേർത്തിട്ടുണ്ട്. അതിനുശേഷം നമുക്ക് ഒന്ന് സോഫ്റ്റ് ആയിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. അധികം ശക്തിയായിട്ടൊന്നും ഇളക്കി കൊടുക്കരുത്. വളരെ സോഫ്റ്റ് ആയിട്ട് വേണം നമുക്ക് ചെയ്തെടുക്കാനായിട്ടും. ഇല്ലെങ്കിൽ നമ്മുടെ മാവ് നല്ല പൊങ്ങി നിൽക്കുന്ന പാകമായിരുന്നു. ഇതിലേക്ക് കാര്യം കൂടി ചേർക്കുമ്പോൾ മാവൊന്ന് താഴ്ന്നു പോവാനൊക്കെ സാധ്യത കൂടുതലാണ്. ഇനിയിപ്പോൾ മാവ് താഴ്ന്നു പോവുകയാണെങ്കിൽ ഒരു 10 മിനിറ്റ് നേരം റെസ്റ്റ് ചെയ്യാൻ വെച്ചതിന് ശേഷം വട്ടയപ്പം തയ്യാറാക്കാവുന്നതുമാണ്. അങ്ങനെ നമ്മുടെ മാവിനെ ഞാനിവിടെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഉടൻ തന്നെ വട്ടയപ്പം തയ്യാറാക്കാൻ തുടങ്ങാം. ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് ഇതിലേക്ക് 1 സ്പൂൺ അളവിൽ വെളിച്ചെണ്ണ കൂടെ ഒഴിച്ചു കൊടുക്കാം. അങ്ങനെ ചെയ്യുവാണെങ്കിൽ നമ്മുടെ വട്ടയപ്പം പാത്രത്തിൽ നിന്ന് പെട്ടെന്ന് തന്നെ വിട്ടുവരാനും വളരെ ഉപകാരപ്പെടും. ഇന്ന് ഞാൻ ഈ ഒരു വീഡിയോയിൽ കൂടെ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളെല്ലാം ശ്രദ്ധിച്ച് വേണം നിങ്ങൾ ഇതുപോലെ മാവ് തയ്യാറാക്കി എടുക്കാനായിട്ടും. അതുപോലെ തന്നെ വട്ടയപ്പം തയ്യാറാക്കുന്നതിന് മുമ്പായിട്ട് തന്നെ പാത്രം നന്നായിട്ടൊന്ന് സ്റ്റീം ചെയ്തതിന് ശേഷമായിരിക്കണം കുറച്ച് എണ്ണ തടവിയിട്ട് ഇതിലേക്ക് മാവ് കോരി ഒഴിച്ചു കൊടുക്കാനായിട്ടും. മാവ് കോരി ഒഴിച്ചു കൊടുക്കുമ്പോൾ പാത്രത്തിലേക്ക് ഇതുപോലെ താഴ്ത്തി വേണം ഒഴിച്ചു കൊടുക്കാനായിട്ടും. മുകൾ ഭാഗം വീർത്ത് നിൽക്കുന്ന പാകത്തിലാണ് നമുക്ക് മാവ് കോരി ഒഴിച്ചു കൊടുക്കേണ്ടതും. ഞാൻ എടുത്തിട്ടുള്ളത് വലിയ തവി ആയതുകൊണ്ട് ഒരു 3 തവി മാവാണ് പാത്രത്തിലേക്ക് ഒഴിച്ചിട്ടുള്ളത്. പാത്രം ഇതുപോലെ ഒന്ന് ഷെയ്ക്ക് ചെയ്ത് കൂടെ കൊടുക്കാം. അതിനുശേഷം ആവി വരുന്ന പാത്രത്തിലേക്ക് വെച്ച് കൊടുത്ത് നമുക്കൊന്ന് വേവിച്ചെടുക്കാം. അങ്ങനെ നമ്മുടെ വട്ടയപ്പം വേവിച്ചെടുക്കുന്നതിനായിട്ട് ആവി പാത്രത്തിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. പാത്രം വെച്ച് കൊടുക്കുമ്പോൾ ഒരു തരി പോലും ചരിയാതെ വേണം നമുക്ക് വെച്ച് കൊടുക്കാനായിട്ട്. അല്ലെങ്കിൽ വട്ടയപ്പത്തിന് ഷേപ്പൊക്കെ കുറവായിരിക്കും. ഇനിയിപ്പോൾ ആവി വരുന്നത് വരെ നമുക്കൊന്ന് വേവിച്ചെടുക്കണം. ഒരു 10 മിനിറ്റ് നേരം ഫുൾ ഫ്ലെയിമിലും അതിനുശേഷം ഒരു 5 മിനിറ്റ് നേരം മീഡിയം ഫ്ലെയിമിലും വെച്ചിട്ടാണ് വേവിച്ചെടുക്കേണ്ടത്. ഒരു 15 മിനിറ്റ് കൊണ്ട് തന്നെ നമ്മുടെ വട്ടയപ്പം നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി മൂടി തുറന്നതിന് ശേഷം ഒരു ഈർക്കിൽ ഉപയോഗിച്ചൊന്ന് കുത്തിയും കൂടി നോക്കാം. കുത്തി നോക്കുമ്പോൾ ഈ ഒരു ഈർക്കിലിൽ ഒട്ടിപ്പിടിക്കാതിരിക്കുവാണെങ്കിൽ അപ്പം നന്നായിട്ട് വെന്തിട്ടുണ്ട് എന്നാണ് കേട്ടോ. നല്ല പോലെ വെന്ത് വന്നിട്ടുള്ളത് കൊണ്ട് നമുക്കിനി താഴേക്ക് ഇറക്കി വെക്കാം. താഴേക്ക് ഇറക്കി വെക്കുന്ന വട്ടയപ്പം
കുറച്ച് വെള്ളത്തിൽ വെക്കുവാണെങ്കിൽ വളരെ എളുപ്പത്തിൽ തന്നെ നമുക്ക് അടർത്തിയെടുക്കാനും സാധിക്കുന്നതാണ്. അരികു ഭാഗമൊക്കെ നല്ലപോലെ വിട്ടു നിൽക്കുന്നത് കൊണ്ട് നമ്മുടെ കൈ ഉപയോഗിച്ച് നമുക്കിതുപോലെ ഒന്ന് അടർത്തിയെടുക്കാവുന്നതാണ്. പാത്രത്തിലൊന്നും ഒട്ടിപ്പിടിക്കാതെ തന്നെയാണ് നമുക്കിവിടെ വേവിച്ചെടുക്കാനും സാധിച്ചിട്ടുള്ളത്. കുറച്ചുകൂടെ എളുപ്പത്തിൽ വട്ടയപ്പം ഇളക്കിയെടുക്കുന്നതിനായിട്ട് സ്പാച്ചില വെച്ചിട്ട് ഇതുപോലെ ഒന്ന് ചെയ്തെടുക്കാവുന്നതുമാണ്. അതിനുശേഷം നമ്മുടെ കൈവെള്ളയിലേക്ക് പാത്രം ഒന്ന് കമഴ്ത്തി കൊടുക്കാം. നമ്മുടെ വട്ടയപ്പം നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ നമുക്കിവിടെ വേവിച്ചെടുക്കാൻ സാധിച്ചിട്ടുണ്ട്. വട്ടയപ്പത്തിന്റെ അരികു ഭാഗമൊക്കെ നല്ല ഷേപ്പോടുകൂടി തന്നെയാണ് കിട്ടിയിട്ടുള്ളത്. ഇനി നമുക്ക് ഈ വട്ടയപ്പം പ്ലേറ്റിലേക്ക് മാറ്റിയതിനു ശേഷം ബാക്കിയുള്ളത് കൂടെ വേവിച്ചെടുക്കാം. അങ്ങനെ രണ്ടാമത് ഞാനിവിടെ വട്ടയപ്പം വേവിച്ചെടുത്തിട്ടുണ്ട്. ഇതും ഇതിന്റെ മേലെയായിട്ട് വെച്ച് കൊടുക്കും. ഒരു ബുദ്ധിമുട്ടും ഇല്ലാതെ തന്നെയാണ് നമ്മുടെ പാത്രത്തിൽ നിന്നും വട്ടയപ്പം ഇളക്കി കിട്ടുന്നത്. പാത്രത്തിൽ നിന്നും ഒരു തരി പോലും ഒട്ടിപ്പിടിക്കുന്നൊന്നുമില്ല. ഇതേ രീതിയിൽ തന്നെ നമുക്ക് എല്ലാ വട്ടയപ്പം തയ്യാറാക്കി മാറ്റാം. അങ്ങനെ വളരെ എളുപ്പത്തിൽ തന്നെ നമ്മുടെ എല്ലാ വട്ടയപ്പവും ഞാനിവിടെ വേവിച്ചെടുത്തിട്ടുണ്ട്. പെർഫെക്റ്റ് ആയിട്ട് വട്ടയപ്പം തയ്യാറാക്കി എടുക്കാനാണെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ വളരെ തന്നെ ഉപകാരത്തിൽപ്പെടും. ഈ ഒരു അളവുകൾ വെച്ചിട്ട് നമുക്കൊരു 3.5 വട്ടയപ്പമാണ് തയ്യാറാക്കി എടുക്കാൻ സാധിക്കുന്നതും. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ കൂട്ടുകാരെ. ഈ ഒരു വീഡിയോയും കണ്ടിട്ട് എൻ്റെ കൂട്ടുകാരൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ഈ ഒരു റെസിപ്പി ഫോളോ ചെയ്യാൻ മറക്കരുത്. കാലാകാലങ്ങളായിട്ട് ഞാനിവിടെ തയ്യാറാക്കി വിൽക്കുന്ന വട്ടയപ്പം റെസിപ്പിയാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഈ ഒരു ക്രിസ്മസ് ദിനത്തിൽ വളരെ തന്നെ ഉപകാരത്തിൽപ്പെടും. നല്ലൊരു വട്ടയപ്പം പാചകം പഠിക്കുന്നതിനായിട്ട് വീഡിയോ മുഴുവനായിട്ട് തന്നെ കണ്ട് സപ്പോർട്ട് ചെയ്യണേ കൂട്ടുകാരെ. ഞാനിതൊരു 25 വർഷം കൊണ്ട് ചെയ്ത് പോരുന്ന തൊഴിലാണ്. ഇനിയിപ്പോൾ ക്രിസ്മസ് പ്രമാണിച്ച് നിങ്ങൾക്ക് വട്ടയപ്പം തയ്യാറാക്കി വിൽപ്പനയ്ക്കൊക്കെ ഉള്ളതാണെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു റെസിപ്പി ഫോളോ ചെയ്യാവുന്നതുമാണ്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇനിയും നിങ്ങൾക്ക് വേണ്ടിയിട്ട് പ്രയോജനകരമായിട്ടുള്ള നല്ല നല്ല വീഡിയോസ് ഒക്കെ ആയിട്ട് ഞാൻ നാളെയും ഓടിയെത്തുന്നതാണ്. അതുവരെയും വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്ത എൻ്റെ എല്ലാ കൂട്ടുകാരോടും ഇനിയും കാണാനിരിക്കുന്ന എൻ്റെ പ്രിയ കൂട്ടുകാരോടും ഒത്തിരി നന്ദി സ്നേഹമൊക്കെ അറിയിച്ചുകൊണ്ട് നാളെ രാവിലെ ഓടിയെത്താം. അതുവരെയും സ്നേഹത്തിൻ്റെ ഭാഷയിൽ വീണ്ടും കാണാം.